ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സൺഡേ എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ കുറച്ചൊന്ന് ലേറ്റായി പോയി. ഇപ്പോൾ നല്ല മടിയാണ് കേട്ടോ രാവിലെ എഴുന്നേൽക്കാനൊക്കെ. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചെന്നൈയിൽ, തമിഴ്നാട്ടിൽ മിക്ക സ്ഥലങ്ങളിലും നല്ല ചൂടാണ്. പിന്നെ ഇവിടെ ചെന്നൈയിൽ കത്തിരിക്കാലം എന്ന് പറയും. കത്തിരി വെയിലിൻ്റെ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. അപ്പോൾ ചൂട് കാരണം നമുക്ക് പുറത്തിറങ്ങാനേ പറ്റത്തില്ല. 100 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ഇപ്പോൾ നമ്മുടെ ചെന്നൈയിൽ. അത്രയും ചൂടാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ഞാൻ നോക്കുന്നത് ന്യൂസിലാണ്. കാരണം മഴ വരുമോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വെയിലിൻ്റെ കാര്യം ഓരോ ദിവസം കൂടുതലാണെന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നും കേട്ടോ. കാരണം ഇവിടുത്തെ ചൂട് ഇവിടെ നിന്നിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. ചെന്നൈയിലുള്ള കുറേ പേരൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ താമസിക്കുന്നിടത്തൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നറിയാം. അപ്പോൾ ചൂടിന് ഒരു ശമനവും ഇല്ലാതെ ഇങ്ങനെ അതികഠിനമായ ചൂടിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ ചെന്നൈ. നിങ്ങൾക്ക് ഈ ജനലിൻ്റെ അതുവഴി വരുന്ന വെട്ടം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. നമ്മുടെ വീടിനകത്ത് ഇങ്ങനെ അവിഞ്ഞ് കുമിഞ്ഞാണ് ഇരിക്കുന്നത്. നമുക്കത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റത്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ ആമിക്ക് എപ്പോഴാണ് സ്കൂൾ തുറക്കുന്നതെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആമിക്ക് മൺഡേ ആണ് സ്കൂൾ തുറക്കുന്നത്. അവർക്ക് 8-ാം തീയതിയാണ് സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. പക്ഷേ പെട്ടെന്നാണ് തലേന്ന് സൺഡേ ഇങ്ങനെ സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നു, സ്കൂളിൽ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന കാരണം കൊണ്ട് ലേറ്റ് ആവും, 15-ാം തീയതിയായി സ്കൂൾ ഓപ്പൺ ആവുള്ളൂ എന്ന്. അപ്പോൾ അതെന്തായാലും നന്നായി എന്ന് ഞാനും ഓർത്തേട്ടാ. കാരണം ആമി എങ്ങനെ ഈ വെയിലത്ത് ചൂടിൽ എങ്ങനെ വിടുമെന്ന് ഓർത്ത് ഞാൻ നല്ല ടെൻഷനിലായിരുന്നു കേട്ടോ. പിന്നെ അവളെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ എനിക്കും കുറച്ചൊന്ന് ഫ്രീ ആവാമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്നാലും ഈ ചൂടിൽ മോളെ സ്കൂളിൽ വിടാനായിട്ട് എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ലേറ്റ് ആയിട്ടാണ് സ്കൂൾ തുറക്കുന്നത് ഇവർക്ക് മാത്രം. ഒരുപാട് പേർക്ക് സ്കൂൾ 8-ാം തീയതി തന്നെ തുറന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ കുറച്ച് നീട്ടി കിട്ടിയിട്ടുണ്ട് അവളുടെ സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ കാര്യത്തിൽ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാ ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു എന്ന്. അപ്പം ആ വീഡിയോ ഇട്ടപ്പോഴും ഞാൻ ഓർത്തത് 8-ാം തീയതി സ്കൂൾ ഓപ്പൺ ആവും, അപ്പോൾ ഇനി തൊട്ട് നമ്മുടെ സ്കൂൾ വീഡിയോസൊക്കെ ആയിരിക്കുള്ളൂ ഇടാൻ പോകുന്നതെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ അല്ലല്ലോ, ദൈവം മറ്റൊന്നാണല്ലോ നിശ്ചയിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അതേ രാവിലത്തെ എൻ്റെ ഫിലോസഫിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ എന്തായാലും രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് എല്ലായിടത്തും ഒന്ന് വലിച്ചു വാരി ഇട്ടിരുന്ന സാധനങ്ങളൊക്കെ പെറുക്കി അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്ന കാരണം കൊണ്ട് എല്ലാ സാധനങ്ങളും യൂസ് ചെയ്ത് രാത്രിയൊക്കെ അവൾക്ക് ഡ്രോയിങ് ചെയ്യാനും അതിനുമൊക്കെ എടുക്കുന്നത് അവിടെ ആയിട്ട് ഇട്ടേക്കും. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് വെച്ചു. പിന്നെ ഞാനാണെങ്കിൽ പോയിട്ട് ഒന്ന് ദേഹമൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ. തല കുളിച്ചിട്ടില്ല രാവിലെ. ഇപ്പോഴത്തെ ചൂട് കാരണം രാവിലെ നമ്മൾ കുളിച്ചിട്ട് കിച്ചണിൽ കയറിയാൽ വീണ്ടും തല വിയർത്ത് വയ്യാതാവും, പനി പിടിക്കും. അപ്പം അതുകൊണ്ട് രാവിലെ ഞാൻ ജസ്റ്റ് ഒന്ന് ദേഹം കഴുകുകയാണ് ചെയ്യുന്നത്, തല കുളിക്കത്തില്ല. പിന്നെ ഇന്ന് എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ലൊരു ഒരു എനർജറ്റിക് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ. എല്ലാ ദിവസവും അല്ല, ചില ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര മടിയാണ്. അന്ന് ഞാൻ വീഡിയോ ഒന്നും എടുക്കാറില്ല, വീഡിയോ എഡിറ്റിംഗ് ഒന്നും ചെയ്യത്തില്ല കേട്ടോ. ഇപ്പോൾ ഈ ചൂടായ കാരണം കൊണ്ട് പറയാതിരിക്കുന്നതാണ് ഭേദം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് എന്തായാലും ഒന്ന് വ്ളോഗ് എടുത്തേക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ എന്തായാലും നല്ലൊരു എനർജറ്റിക് ആയിട്ട് എഴുന്നേറ്റ ദിവസം ആയതുകൊണ്ട് ഇപ്പം നിങ്ങൾക്കും എൻ്റെ വ്ളോഗ് അങ്ങനെ കാണാനാണല്ലോ ഇഷ്ടം. അങ്ങനെ ചടഞ്ഞു കൂടി ഇരിക്കുന്നത് അങ്ങനെ ഞാൻ എന്നെ പ്രസൻറ്റ് ചെയ്യാറില്ല കേട്ടോ. എനിക്ക് വയ്യാതിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും വ്ളോഗിൽ ഞാൻ നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നതായിരിക്കും നിങ്ങൾ കാണുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, എന്നെ കാണുന്ന ആളുകൾക്ക് ഒരിക്കലും കണ്ടിട്ട് ഒരു ക്ഷീണം തോന്നുകയോ അല്ലെങ്കിൽ ബോറടിക്കുന്നു എന്ന് പറയാതിരിക്കാനാണ്. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ വീഡിയോ എടുക്കത്തില്ല എന്നേ ഉള്ളൂ. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ എന്തായാലും ഇന്ന് ഒന്ന് റെഡിയായി എല്ലാം കഴിഞ്ഞിട്ട് ഫിഷിന് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം വന്ന് വിളക്ക് വെച്ചിട്ടുണ്ട്. അപ്പം വിളക്ക് വെച്ചിട്ട് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. കുറേ നാളായി നമ്മൾ രാവിലെ ഒന്ന് വിളക്കൊക്കെ വെച്ചിട്ടായിട്ട്. അപ്പോൾ ഈ വെയിലായ കാരണം കൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഒന്നും ചെയ്യാൻ തോന്നത്തില്ല, നല്ല മടിയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ളൊരു ഡേ ആയതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സന്തോഷം, ഒരു സമാധാനം. അപ്പോൾ അതിൻ്റെ ഒരു സമാധാനം പറഞ്ഞറിയിക്കാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ. പിന്നെ അതേ നമ്മുടെ ഡാൻസുകാരിയെ മര്യാദ പഠിപ്പിച്ച് തീർന്നിട്ടില്ലേന്ന് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഡാൻസുകാരിയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ചിരി വരുവേ. അപ്പോൾ ഞാനാണെങ്കിൽ പറഞ്ഞല്ലോ, ഇത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെ എടുത്ത് വെച്ചാലും അത് വെറുതെ ഇങ്ങനെ സ്റ്റാച്യു പോലെ നിൽക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളത് കുറച്ചും കൂടി നല്ല റേറ്റ് ഉള്ളതൊക്കെ മേടിച്ചിരുന്നെങ്കിൽ അതെപ്പോഴും ചെറിയ കാറ്റിലൊക്കെ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇത് നമ്മളൊന്ന് തട്ടിക്കൊടുത്താൽ മാത്രമാണ് തലയൊക്കെ ആട്ടുള്ളൂ. അപ്പോൾ അത് കാണാനും ഒരു സന്തോഷം ആണല്ലോ. അപ്പോൾ വന്ന് ഞാനൊന്ന്
റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുതിയ ധൂപ് സ്റ്റിക്കിൻ്റെ സ്റ്റാൻഡിൽ ഞാൻ ധൂപ് സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചൊന്ന് റിസ്ക് ആണ് കേട്ടോ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ സമ്മതിക്കേണ്ട. കാരണം അകത്തേക്ക് ധൂപ് സ്റ്റിക്ക് കത്തിച്ച് വെക്കുമ്പോൾ കയ്യിൽ വീണ് പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം അത് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ ഡാൻസുകാരി ഒന്ന് ഡാൻസൊക്കെ കളിപ്പിച്ചിട്ടുണ്ട്. അതൊരു സന്തോഷം. എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ? നമ്മുടെ വീട്ടമ്മമാർ വീട്ടിലെ കാര്യങ്ങൾ എന്നും ഒരേ കാര്യം കണ്ട് കണ്ട് ഒരു ബോറടി തോന്നുമല്ലോ. അപ്പം ഞാൻ ഓർത്തു എന്തെങ്കിലും ഒരു ചേഞ്ച് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഡാൻസുകാരിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ രാവിലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഇന്ന് നല്ലൊരു ഡേ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു വന്നിട്ട് ഡയറി എഴുതാമെന്നപ്പം കഴിഞ്ഞ ദിവസം അപർണയാണ് കമൻറ്റ് ഇട്ടിരുന്നത്, ഡയറി എഴുതി ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നിയെന്ന്. എനിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഒരു ടു ഡു ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് 2-3 കമൻറ്റ്സ് ഇങ്ങനെ അടുപ്പിച്ച് വന്നതാണ്. വീട്ടിലെ പണികൾ ചെയ്യാനായിട്ട് കുറച്ച് മടിയാണ്, അതുപോലെ തന്നെ റുട്ടീനൊക്കെ ഇതുവരെയും സെറ്റായിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമൻറ്റ്സ്. അപ്പം എനിക്കും ഇതേ പ്രശ്നം തന്നെയാണ്. എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ചൂടാണ്. കാരണം എന്തൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാലും പ്രൊഡക്റ്റീവ് ആവണമെന്ന് വിചാരിച്ച് തന്നെയാണ് പോയി കിടക്കുന്നത്. പക്ഷേ എഴുന്നേൽക്കുന്നത് ലേറ്റായിട്ടാണ്. പിന്നെ എഴുന്നേറ്റത് ലേറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം ആമിക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് എന്തായാലും രാവിലെ എഴുന്നേറ്റില്ലെങ്കിലും പ്രശ്നം തോന്നില്ല. പക്ഷെ എന്നാലും ഞാൻ മാക്സിമം എഴുന്നേക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോഴത്തെ ചൂട് നമ്മളെ ഒന്നിനും അനുവദിക്കുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഓർത്തു ഇന്ന് എന്തായാലും രാവിലെ എഴുന്നേറ്റ സ്ഥിതിക്ക് ഒന്ന് പോയിട്ട് ടു ഡു ലിസ്റ്റ് എഴുതാമെന്ന്. കാരണം വലിയ ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊന്നും അല്ല, വലിയ കാര്യങ്ങളൊന്നും ഞാൻ എഴുതത്തില്ല ടു ഡു ലിസ്റ്റ് ചെയ്യുമ്പോൾ. ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു ദിവസം ചെയ്ത് തീർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മളിന്ന് നോട്ട് ചെയ്ത് വെക്കും. ഇതൊക്കെ പണ്ട് തൊട്ടേ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായപ്പോൾ ഇതൊക്കെ ഒരു കണ്ടന്റായി മാറി എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ ഒരു ദിവസം എന്തൊക്കെ, പണ്ട് ഞാനൊക്കെ ഡയറി എഴുതുന്ന സമയത്ത് ഒരു ദിവസം എന്തൊക്കെ പോർഷൻ പഠിക്കുന്ന കാര്യങ്ങൾ ഞാനിങ്ങനെ എഴുതി വെക്കുമായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ പേര് ടു ഡു ലിസ്റ്റ് ആണെന്നൊക്കെ എനിക്ക് ഇപ്പോഴാണ് അറിയാവുന്നത്. കുറച്ച് പരിഷ്കരിച്ച രീതിയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചു. അപ്പം നിങ്ങൾക്ക് മടിയുള്ള ആൾക്കാരാണെങ്കിൽ രാവിലെ എഴുന്നേറ്റത് കുറച്ച് ലേറ്റായി പോയാലും കുഴപ്പമൊന്നുമില്ല. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ എഴുന്നേറ്റത് കുറച്ച് ലേറ്റായിട്ടാണ്, എന്നാലും ഞാനൊരു ടു ഡു ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ട് ജോലികൾ ചെയ്തപ്പോൾ എനിക്കൊരു നല്ലൊരു ഉത്സാഹം തോന്നിയായിരുന്നു കേട്ടോ. പിന്നെ ടു ഡു ലിസ്റ്റ് എഴുതുമ്പോൾ ഒരിക്കലും വലിയ കാര്യങ്ങളൊന്നും എഴുതി വെക്കണ്ട, ചെറിയ ചെറിയ കാര്യങ്ങൾ. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എഴുതിയത്, എനിക്കൊന്ന് നെയിൽ പോളിഷ് ഇടണമായിരുന്നു, പിന്നെ എനിക്ക് വിളക്ക് വയ്ക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ രാവിലെ തന്നെ പാത്രങ്ങൾ കഴുകുക, പാത്രങ്ങൾ പെറുക്കി വെക്കുക, തുണി കഴുകുക, അങ്ങനത്തെ കുട്ടി കുട്ടി കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. വലിയ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ പോകുന്ന വഴിയിൽ നമുക്ക് ചെയ്യാം. പിന്നെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് വലിയൊരു മാനദണ്ഡം തന്നെയാണ് ടു ഡു ലിസ്റ്റ് എഴുതുമ്പോൾ. പിന്നെ നമ്മുടെ ഹെൽത്ത് കണ്ടീഷനും നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കൊരു ദിവസം ചെയ്യാൻ പറ്റുന്നതെന്ന്. ഇതിങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതി വെച്ച സ്ഥിതിക്ക് നമ്മളത് എന്തായാലും ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. പക്ഷെ എന്ന് കരുതിയിട്ട് അതൊരു വലിയ ഭാരമായിട്ട് അത് ചെയ്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസം മോശമായി പോവും, അങ്ങനെയൊന്നും ചിന്തിച്ച് പ്രശ്നമൊന്നും ആക്കണ്ട. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചുള്ള കൊച്ചു കാര്യങ്ങൾ ചെയ്യുക. ഓരോ കാര്യം ചെയ്ത് കഴിയുമ്പോഴും അതൊന്ന് ടിക്കിട്ട് പോകുമ്പോൾ കിട്ടുന്നൊരു മനസ്സുഖം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഞാൻ കുറേ വീഡിയോയിൽ ടു ഡു ലിസ്റ്റ് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ടു ഡു ലിസ്റ്റ് ഇങ്ങനെയൊക്കെയാണ്. നിങ്ങളൊക്കെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവരാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെയും നമുക്ക് ടു ഡു ലിസ്റ്റ് ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ആമിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഞാനൊരു റെസിപ്പി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ. ഇത് ശരിക്കും പറഞ്ഞാൽ 2-3 ദിവസം മുന്നേ ഞാൻ ട്രൈ ചെയ്തതാണ്. ഞാനിങ്ങനെ യൂട്യൂബിൽ ഒരു വ്ളോഗിൽ കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ചെയ്ത് നോക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ അത് കണ്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ ബ്രെഡും ന്യൂട്ടലും എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ ഈ സെപ്റ്റോന്ന്. അപ്പോൾ ഉണ്ടാക്കി കഴിച്ച് ആമിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനും കഴിച്ചു, ഹസ്ബൻഡും കഴിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടപ്പോൾ എന്തായാലും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് 4 ബ്രെഡ് ഞാൻ മാറ്റി വെച്ചിരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ. ഞങ്ങളെപ്പോഴും വീറ്റ് ബ്രെഡാണ് എടുക്കുന്നത്, അങ്ങനെ മൈദ ബ്രെഡ് അങ്ങനെ എടുക്കാറില്ല. അപ്പം അതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടുന്നത് പഴവും ബ്രെഡും ന്യൂട്ടല്ലയും ഇതാണ് വേണ്ടത്. ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കുള്ള സ്നാക്ക് ഐറ്റം ആണെങ്കിലും വലിയവർക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. സ്വീറ്റ് ലവർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം ഇത് കുറച്ച് ചൂടായിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ഞങ്ങൾ അങ്ങനെ സ്വീറ്റ് ലവേഴ്സ് അല്ല, ആമി ആയാലും ഞാനായാലും ഹസ്ബൻഡ് ആയാലും. പക്ഷേ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവൾക്കും നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആമി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ
മക്കൾ സ്വീറ്റ് ലവേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പഴം ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചെറിയ പഴമാണ് വേണ്ടത്. അപ്പം ഞങ്ങൾ നല്ല പഴമാണെന്ന് വിചാരിച്ചിട്ട് മേടിച്ചത്. ഞങ്ങൾക്ക് കിട്ടിയത് കുറച്ച് പുളിപ്പുള്ളൊരു പഴമാണ്, എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. നല്ല പഴം കിട്ടിയാൽ അത്രയും നല്ലതാണ്. പിന്നെ ഏത്തൻ പഴം കിട്ടുമെങ്കിൽ അതിലും ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ബ്രെഡിൽ ഈ ന്യൂട്ടല്ല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ന്യൂട്ടല്ല സ്പ്രെഡ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ സ്പ്രെഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ലേ. നിങ്ങളുടെ മക്കൾക്ക് ഇതൊക്കെ സെറ്റ് ആവുമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇപ്പം നാട്ടിൽ നല്ല മഴയും തണുപ്പും ഒക്കെ ആണല്ലോ, ചിലപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് കോൾഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വലുതായിട്ട് നിർബന്ധിക്കുന്നില്ല. പക്ഷെ എന്നാലും നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, മറക്കരുത്. അപ്പോൾ അതേ ഇങ്ങനെ ബനാന ഇങ്ങനെ ചെറുതായിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ന്യൂട്ടല്ലയുടെ മേലേക്ക് വെച്ച് കൊടുത്ത് ഫോർക്ക് വെച്ച് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു പീസ് ബ്രെഡും കൂടി എടുത്തിട്ട് ന്യൂട്ടല്ല തന്നെ സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ എൻ്റെ മേലെ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ന്യൂട്ടല്ല ബനാന സാൻഡ്വിച്ച് ആണിത്. അപ്പോൾ ന്യൂട്ടല്ല വെച്ച് തന്നെ ചെയ്താലേ ഞാൻ പറയുന്ന ഈ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടും കൂടി ജോയിൻ ചെയ്ത് വെച്ചു. ഇതിങ്ങനെ വേണമെങ്കിൽ കഴിക്കാം, പക്ഷെ ഇങ്ങനെ കഴിക്കുമ്പോഴല്ല അതിൻ്റെ ടേസ്റ്റ്. ഇതിനെ നമ്മൾ ചൂടാക്കിയിട്ട് ദോശത്തവയിൽ വെച്ച് ഒന്ന് മൊരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്തുള്ള ബട്ടർ ഞങ്ങൾ ഹോം മെയ്ഡ് ബട്ടർ ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നെയ്യൊക്കെ മേടിക്കുന്ന ഒരു റോഡ് സൈഡിലിരിക്കുന്ന ഒരു അപ്പാപ്പൻ്റെ കടയിൽ നിന്ന് മേടിച്ചാണ്. നല്ല ബട്ടറാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളുടെ അടുത്തുള്ള ബട്ടർ വെച്ചിട്ട് രണ്ട് സൈഡൊന്ന് മൊരിയിച്ചെടുക്കുക. പിന്നെ ഇതിനകത്ത് ഞാൻ വിട്ടുപോയൊരു കാര്യം, പാലുണ്ടെങ്കിൽ പാലൊന്ന് തിളപ്പിച്ച് ചെറു ചൂടോടുകൂടി ഈ ഒരു സമയത്തൊന്ന് ഈ ബ്രെഡിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് മൊരിയിച്ച് എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. ഞാനിപ്പോൾ പാല് ചേർക്കാതിരുന്നിട്ടും കൂടി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളങ്ങനെ വലിയ സ്വീറ്റ് ലവേഴ്സൊന്നും അല്ല, പക്ഷേ ഈ ഒരു സംഭവം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ചൂടോടെ വേണം കഴിക്കാനായിട്ട്. തണുത്ത് പോയാൽ അതിൻ്റെ ടേസ്റ്റ് ആകെപ്പാടെ മാറിപ്പോകും. അപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 ബ്രെഡല്ലേ നമ്മളുടെ അടുത്തുള്ളൂ. ഇപ്പോൾ ഇതിപ്പോൾ ആമിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമേ. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തപ്പോൾ അതിനകത്ത് ആ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റായി ആ ബനാന ആയിട്ടൊന്ന് ജോയിൻ ആയിട്ട് എന്തൊരു ടേസ്റ്റ് ആണെന്ന് അറിയാമോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഞാൻ അങ്ങനെ സക്സസ് ആവാത്ത റെസിപ്പീസ് ഞാൻ അങ്ങനെ വീഡിയോയിൽ ഷെയർ ചെയ്യത്തില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ കഴിച്ചപ്പോൾ. അപ്പോൾ എന്തായാലും മക്കൾക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിന്നർ അല്ലെങ്കിൽ സ്കൂളിൽ സ്നാക്കായിട്ടും കൊടുത്തു വിടാമേ. അപ്പോൾ മക്കൾക്ക് സ്കൂളിൽ സ്നാക്സ് കൊടുക്കാൻ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇതിലൊരു 2-3 പീസ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ബോക്സിനകത്താക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു മോർണിംഗ് സ്നാക്കായിട്ടൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആമിയോട് ഞാൻ കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ പറഞ്ഞപ്പോൾ അവൾ ആദ്യം എന്നോട് പറഞ്ഞത് യമ്മി അല്ല, പിന്നീട് പറഞ്ഞു യം ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുസൃതി കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് മാത്രമാണല്ലോ ഇത് ഉണ്ടാക്കിയത്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് മാപ്പിളൈ സാമ്പാർ റൈസാണ്. അപ്പം ഞാൻ എപ്പോഴും മാപ്പിളൈ സാമ്പാർ കഞ്ഞിയാണ് വെക്കുന്നത്. ഞാൻ ഒരുപാട് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒന്ന് റൈസായിട്ട് വെക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ കുക്കറിൽ ഇതിൻ്റെ ചോറായിട്ട് വെച്ച് നോക്കി. ചോറും കറിയായിട്ടൊക്കെ വെച്ച് ഞങ്ങൾ കഴിച്ചായിരുന്നു. ഞാൻ എപ്പോഴെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ കാണിച്ചു തരാമേ. അന്ന് ഞാൻ വ്ളോഗൊന്നും എടുത്തിട്ടില്ല. അപ്പം അതിൻ്റെ ബാലൻസ് ചോറ് ഇരുന്നത് കൊണ്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പം അത് ഞാൻ എന്തായാലും കുറച്ച് തൈര് ഒഴിച്ചിട്ട് കഞ്ഞിയാക്കി കുടിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കുന്ന നമ്മൾ പഴങ്കഞ്ഞിയൊക്കെ കുടിക്കൂലേ, അതേ സംഭവം തന്നെയാണ്. പക്ഷേ ഇത് കുറച്ചും കൂടി ഹെൽത്തിയാണ്. പിന്നെ ഫ്രിഡ്ജിലിരുന്ന റൈസാണ് കേട്ടോ. അപ്പോൾ നല്ല തണുപ്പുണ്ട്. അപ്പോൾ തൈരിട്ട് ഈ ചോറിലൊന്ന് നല്ലോണം അരച്ചെടുത്ത് ഇങ്ങനെ ലൂസാക്കിയിട്ടാണ് കുടിച്ചത് കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് കുടിച്ചത്. ഇപ്പോഴത്തെ ചൂടിൽ ഇതൊക്കെ ഉള്ളൊരു വഴി. ചൂടായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകളൊന്നും നമുക്ക് കഴിക്കാനേ തോന്നുന്നില്ല. അപ്പം ഇത് കഴിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ അടുത്ത് കുറച്ച് ഉപ്പിലിട്ട കാന്താരി ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചത്. ഹസ്ബൻഡിനും എനിക്കും നല്ലോണം ഇഷ്ടമായി. ആമിക്ക് കൊടുത്തിട്ടില്ല, കാരണം തൈര് കൊടുത്താൽ അവൾക്ക് പെട്ടെന്ന് കോൾഡ് വരും. പിന്നെ അതുപോലെ അവൾക്ക് ബ്രെഡ് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് അത് കൊടുക്കാത്തത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മറ്റേ സാധാരണ കഞ്ഞിയാണുള്ളതെങ്കിലും മറ്റേ ചോറാണുള്ളതെങ്കിലും ഇതുപോലെ തൈരിലിട്ടൊന്ന് അരച്ച് കഞ്ഞിയാക്കി കുടിച്ച് നോക്കണേ. അപ്പോൾ ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയൊരു ഐറ്റാണ്. ഞാനാണെങ്കിൽ ഇഡ്ലിക്കുള്ള മാവ് അരയ്ക്കാൻ വേണ്ടിയിട്ട് അരി ഉഴുന്നും എടുത്തിടാൻ വേണ്ടിയിട്ട് വന്നപ്പോഴേക്കും നമുക്കിവിടെ ഓർഫനേജിൽ നിന്ന് ഡ്രസ്സസ് എടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരാറുണ്ട് കേട്ടോ, 3 മാസം കൂടുമ്പോൾ. അപ്പം ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ ഡ്രസ്സുകൾ പഴയത്.
അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി ഹസ്ബൻഡ് താഴെ കൊണ്ടുപോയി കൊടുത്തതാണ്. അപ്പോൾ ഏതോ ഒരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് അവർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കുറച്ച് പൈസയും ഡ്രസ്സുമായിട്ടൊക്കെയാണ് കൊടുത്തത് കേട്ടോ. ഭയങ്കര സന്തോഷമായി അവർക്ക്. ഞങ്ങളിങ്ങനെ ഓർഫനേജിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ കൊടുക്കാറുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ കഞ്ഞിയൊക്കെ കുടിച്ചു. പിന്നെ അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് എല്ലാം കഴിഞ്ഞപ്പോഴേക്കൊണ്ട് ആമിയുടെ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമായി. നാളെ വേണം അത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. അപ്പം ഞാൻ ഓർത്തു ഇന്ന് എന്നെ ഇരുന്നിട്ട് അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ. അവൾക്ക് ഇനി ഒരു മാപ്പും കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് കളർ ചെയ്യണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്താലേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കളർ മാർക്ക് ചെയ്ത് കൊടുക്കും. അവൾ തന്നെ അതെല്ലാം കളർ ചെയ്ത് എല്ലാം എഴുതും. അങ്ങനെ 5 കോപ്പി ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ഒരു സൈഡിൽ ചെയ്തു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം തുണികൾ കഴുകാനിട്ടിട്ടുണ്ടായിരുന്നല്ലോ രാവിലെ, അതൊക്കെ എടുത്തൊന്ന് വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ ലഞ്ച് ഞാൻ കാണിച്ചിട്ടില്ല, കാരണം തലേ ദിവസം ഉണ്ടായിരുന്ന ചോറും കറികളും ഒക്കെ വെച്ച് തന്നെയാണ് ഇന്നും കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് നാർണിയ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടായിരുന്നു കേട്ടോ. പഴയ മൂവിയാണ്. അത് കുറച്ചൊന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നീട് ഒരുപാടൊന്നും കാണാനൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ഒന്ന് പുറത്ത് പോകാൻ കരുതി. സൺഡേ ആണല്ലോ, വീക്കെൻഡിൽ ഞങ്ങളൊന്ന് പുറത്ത് പോകാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സിനിമയ്ക്കാണ് പോകുന്നത്. വിജയ മാളിലുണ്ടല്ലോ, നെക്സസ് വിജയ മാള്, അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ നല്ല കാറ്റ്, നല്ല ചൂടാണെങ്കിലും ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ് പോയത്. നല്ലൊരു മൂവിയായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മളുടെ റിയൽ ലൈഫായിട്ട് കുറേ കാര്യങ്ങൾ കണക്റ്റ് ആവുന്നൊരു മൂവിയാണ്. മൂവി നിങ്ങൾ കണ്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഈ ഒരു ടോപ്പ് കണ്ടോ? ഈ ഒരു ടോപ്പ് ഞാൻ റീസെൻ്റ് ആയിട്ട് മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇത് കുറച്ച് തിക്നെസ് കുറവാണ്. അടിയിൽ ഇന്നേഴ്സൊക്കെ ഇട്ടാലേ കൊള്ളാവൂ. അപ്പം അതൊന്ന് ഞാൻ ആൾട്ടർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം കവിത ചേച്ചിയാണ് എനിക്ക് മെസ്സേജ് കമൻ്റ് ഇട്ടത്, ഡ്രസ്സൊന്നും ഓൾട്ടർ ചെയ്ത് എടുത്തില്ലെന്ന്. അപ്പം മടി കാരണം കൊണ്ട് ഞാൻ ഒന്നും ഓൾട്ടർ ചെയ്യാതെ ഇരുന്നതാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊന്ന് പെട്ടെന്ന് പുറത്ത് പോകണമെന്ന് തോന്നിയിട്ട് അങ്ങനെ ഞങ്ങൾ ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തത്. പെട്ടെന്ന് ഞാൻ ആ ഒരു ടോപ്പ് മാത്രം ഒന്ന് ആൾട്ടർ ചെയ്ത് എടുത്തതാണ്. അപ്പോൾ നമ്മൾ മറീന ബീച്ചിലുള്ള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരണമെന്ന് തോന്നുന്നു കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് ഹസ്ബൻഡ് കിടന്ന് ഉറങ്ങിയ സമയത്ത് ഇങ്ങനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു ക്ഷേത്രത്തിൽ പോകുന്നതായിട്ട്. അപ്പം നമ്മളോട് ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ വന്നതാണ്. അപ്പോൾ രാത്രിയായി വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു 6-7 മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പം 8-8:30 മണിയായിരുന്നേ. കാരണം ഇപ്പോൾ പകൽ സമയത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരങ്ങളിലാണ് ഞങ്ങൾ കൂടുതലും യാത്രകൾ ചെയ്യുന്നത്. അപ്പം ഞാനിന്ന് വീഡിയോ ഇടണമെന്നൊന്നും വിചാരിച്ചതേ അല്ല കേട്ടോ. വീഡിയോ ചെയ്യേണ്ടെന്നാണ് വിചാരിച്ചത്. കാരണം എൻ്റെ ഫോണ് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ കഴിഞ്ഞ ദിവസം അപർണയും കവിത ചേച്ചിയും കൂടെ എനിക്കിങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓരോ വീഡിയോ കാണുമ്പോഴും പോസിറ്റീവ് എനർജിയാണ്. എൻ്റെ വീഡിയോ വെറുതെ ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിലും വെറുതെ ഇരുന്ന് സംസാരിക്കുന്നത് കേൾക്കുന്നതാണ് കവിത ചേച്ചിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു. അതുപോലെ അപർണക്കുട്ടി പറഞ്ഞതും അത് തന്നെയാണ്. ഓരോ വീഡിയോ കാണുമ്പോഴും എന്തുമാത്രം എനർജി ആണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ തരുന്ന ഇത്രയും വലിയ സ്നേഹവും സപ്പോർട്ടും ഒക്കെയാണ് എനിക്ക് വീണ്ടും ചാനലിൽ വീഡിയോസ് ഇടാൻ തോന്നുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഇതുപോലെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ എനിക്കിങ്ങനെ കമൻറ്റ് അയക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഐശ്വര്യ, അവരൊക്കെ അയക്കുന്ന കമൻറ്റ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും എന്നെ പുറകിലോട്ട് വലിക്കുന്നത് നിങ്ങളുടെയൊക്കെ ഈ സ്നേഹത്തോടെയുള്ള കമൻറ്റ്സുകളാണ് കേട്ടോ. കുറച്ച് പേരെങ്കിലും എന്നെ സ്നേഹിക്കാനും എൻ്റെ വീഡിയോസ് കാണാനും എൻ്റെ സംസാരം ഇഷ്ടമാണെന്ന് പറയാനും ഒക്കെ ഉണ്ട് എന്ന് അറിയുമ്പോൾ ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ്. ആരുമില്ലാതിരുന്ന എനിക്ക് ഇപ്പോൾ ആരൊക്കെയുണ്ട് എന്നെ സ്നേഹിക്കാനായിട്ട്. കുറേ ചേച്ചിമാരും അനിയത്തിമാരും കൂട്ടുകാരും ഒക്കെ എനിക്ക് കിട്ടിയത് എൻ്റെ ഈ ഒരു യൂട്യൂബ് ഫാമിലിയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ഫാമിലി പോലെ തന്നെയാണ്. എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന, എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എന്നെ അത്രയധികം സ്നേഹിക്കുന്ന കുറേ നല്ല മനുഷ്യരുടെ മുന്നിലാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ സപ്പോർട്ടും സ്നേഹവും ഒക്കെ എനിക്കെന്നും വേണം. അപ്പോൾ എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സ്നേഹവും സപ്പോർട്ടും നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ 2 പേരുടെ പേരെ പറഞ്ഞിട്ടുള്ളെങ്കിലും ഒരുപാട് പേര് നമുക്കങ്ങനെ കമൻ്റ് അയക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി പേരാണ്. അപ്പോൾ എല്ലാവരുടെയും പേര് ഞാനിപ്പോൾ പെട്ടെന്ന് ഓർത്തില്ല. അപ്പോൾ പെട്ടെന്ന് ഓർത്ത ഈ റീസെൻ്റ് ആയിട്ട് കമൻ്റ് ഇട്ട 2 പേരുടെ പേരാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ വിഷ്ണുപ്രിയയൊക്കെ എനിക്ക് എപ്പോഴും കമൻ്റ് ഇടുന്ന കുട്ടിയാണ്. അപ്പോൾ എന്തായാലും
ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എന്നെ നിങ്ങളുടെ ഒരു വീട്ടിലെ അംഗമായിട്ട് കാണുന്നതിൽ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കേട്ടാ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.